Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fauzi Ahmad. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് LBSലെ നഴ്സിംഗിൻ്റെയും അതുപോലെ തന്നെ അലൈഡ് പ്രോഗ്രാംസ് അതായത് പാരാമെഡിക്കൽ പ്രോഗ്രാംസിൻ്റെയും ഈ ടെൻറ്റേറ്റീവ് ഡേറ്റ്സുകളുണ്ടല്ലോ, അതായത് ഏകദേശം എപ്പോഴത്തേക്കാണ് ആപ്ലിക്കേഷൻ, ഏകദേശം എപ്പോഴത്തേക്കാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ്ഡ് ആവുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ്, നിങ്ങൾക്ക് റീഷെഡ്യൂളിംഗ് എപ്പോഴാണ്, റാങ്ക് ലിസ്റ്റ് എപ്പോഴത്തേനാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴേക്കായിരിക്കും ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്നുള്ളത്, അതായത് 2026 അഡ്മിഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിതൊരു ഡീറ്റെയിൽഡ് ഡേറ്റ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ LBSന്റെ ആപ്ലിക്കേഷൻ, അതായത് നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ 2026 11-നായിരുന്നു. അതായത് 11-ാം തീയതി ജൂണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിരുന്നത് 2nd of July ആയിരുന്നു. അതായത് ജൂലൈ 2-ാം തീയതി ക്ലോസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് 10-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം കംപ്ലീറ്റ്ലി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുള്ള ടൈമിലേക്കായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, വൺസ് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതായത് എപ്പോഴത്തേക്കിനായിരിക്കും കറക്ഷൻ വിൻഡോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെൻസിൻ്റെ റെക്ടിഫിക്കേഷൻ എപ്പോഴേക്കായിരിക്കും, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴേക്കായിരിക്കും, അതൊക്കെയാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആപ്ലിക്കേഷൻ വൺസ് ക്ലോസ് ചെയ്തതിന് ശേഷം ആദ്യം നടക്കാൻ പോകുന്ന ഇവന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ പബ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ. അതായത് നിങ്ങൾ ഒരുപാട് ഡോക്യുമെന്റ്സ് എല്ലാ കുട്ടികളും ഓരോരോ ആപ്ലിക്കേഷനിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, മാർക്സ്, കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതുപോലെയുള്ള പേഴ്സണൽ ഡേറ്റാസും കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അവരൊരു വെരിഫിക്കേഷൻ 20th of July 2026 ഇറക്കുമെന്നാണ് ഷെഡ്യൂളിൽ പറഞ്ഞത്. അതായത് 20-ാം തീയതി ജൂലൈയിൽ ഇറക്കും. ഓക്കെ, അതിനുശേഷം അത് വന്നതിന് ശേഷം നമുക്ക് 25/7/2026, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ജൂലൈ 25th വരെ നമുക്ക് ഈ ഒരു റെക്ടിഫിക്കേഷനിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാം. അതായത് ഓൾറെഡി വരുന്ന പേഴ്സണൽ ഡേറ്റയുടെ വെരിഫിക്കേഷൻ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ, അങ്ങനെ എന്ത് മിസ്റ്റേക്സ് വന്നാലും നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം ജൂലൈ 25 വരെയാണ് കൊടുത്തിട്ടുള്ളത്. വൺസ് ഈ റെക്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് എന്തെങ്കിലും രീതിയിലുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ ആണ്. ആദ്യം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല വരുന്നത്, ആദ്യം ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. അതായത് ഒരു ടെമ്പററി റാങ്ക് ലിസ്റ്റ് ആണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് ഫൈനൽ വരുന്നത്. പ്രൊവിഷണൽ എപ്പോഴത്തേക്കിനാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓഗസ്റ്റ് 7-ാം തീയതിയോടാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അവർ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഏകദേശം 14-ാം തീയതി ഓഗസ്റ്റ്, അതായത് 14th of August ആണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി എല്ലാ കുട്ടികളും നമ്മളോട് ചോദിക്കുന്നതാണ്, ഇപ്പോഴും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴേക്കായിരിക്കും നമ്മൾ കോളേജ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണമെന്നുള്ളത്. കോളേജ് ഓപ്ഷൻ എപ്പോഴേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് LBS പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ്, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നമുക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ള കോളേജും അതുപോലെ തന്നെ കോഴ്സുകളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ് അന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 14th of August സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ 18th of August കൃത്യം 5 മണിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് മാത്രം നിങ്ങളുടെ ഓപ്ഷൻസുകൾ രജിസ്റ്റർ ചെയ്യുക, കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാനും നോക്കുക. അതായത് 14th of August സ്റ്റാർട്ട് ചെയ്തിട്ട് 18th of August 5 മണിക്കുള്ളിലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, വൺസ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കോളേജസും അതുപോലെ തന്നെ ഇഷ്ടമുള്ള കോഴ്സസും ചൂസ് ചെയ്ത് നിങ്ങൾ LBSൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം കൃത്യം ഒരു 1 ഡേയ്ക്കുള്ളിൽ തന്നെ, അതായത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ആകുന്നത് 18-നാണെങ്കിൽ 19-ന് തന്നെ ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെയാണ്, ഏകദേശം അത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ചില കുട്ടികൾക്ക് ചേഞ്ചസ് വരാറുണ്ട്. അത് തന്നെ വരും, നമുക്ക് 100% കൺഫേം പറയാൻ പറ്റത്തില്ല. സോ ഇനി അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ അഡീഷൻ, അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ,
റീഅറേഞ്ച്മെൻറ്റ് ഒക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷവും പറ്റും. ഓപ്ഷൻ അഡീഷനും റീഅറേഞ്ച്മെൻറ്റും ഒക്കെ നമുക്ക് അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷവും നമുക്കത് പറ്റും. അത് എപ്പോഴേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19/8/2020, അതായത് ഓഗസ്റ്റ് 19, അതായത് ട്രയൽ അലോട്ട്മെന്റ് വന്ന അതേ ദിവസം തന്നെ നമുക്ക് ഈ ഓപ്ഷനും അതുപോലെ തന്നെ മോഡിഫിക്കേഷനും റീഅറേഞ്ച്മെന്റും ഒക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ് നമുക്ക് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഈ മോഡിഫിക്കേഷൻസും അറേഞ്ച്മെന്റ്സും റീഅറേഞ്ച്മെന്റ്സും ഓപ്ഷൻ അഡീഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടാണ് അതായത് ഫസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ അലോട്ട്മെന്റ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും റീഅറേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒഫീഷ്യലി വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് കൃത്യം 1/9/2026, അതായത് സെപ്റ്റംബർ 1 ഫസ്റ്റ് അലോട്ട്മെന്റ് ഒഫീഷ്യലി വരുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലേക്കായിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരുന്നത്. എന്നാൽ ഈ തവണ സെപ്റ്റംബർ 1 ഫസ്റ്റ് അലോട്ട്മെന്റ് നീങ്ങിയിട്ടുള്ളത്. ഇനി അതിനുശേഷം വൺസ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ റെമിറ്റൻസ് ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കുക, അതുപോലെ തന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അതായത് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് വേറെ ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പം ഫസ്റ്റ് ഒരു കോളേജ് കിട്ടി, അതിനുശേഷം നിങ്ങൾക്ക് അത് താല്പര്യമില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ഒന്നും ആഡ് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഫസ്റ്റ് ഫീ റെമിറ്റൻസും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും സെപ്റ്റംബർ 5 വരെയാണ് പറ്റുന്നത്. അതായത് ടിൽ 5 സെപ്റ്റംബർ ആണ് നമുക്ക് ഫീ റെമിറ്റൻസും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും പറ്റുന്നത്. ഇനി അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 8 പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 1 വരും. അതിനുശേഷം ഫീ റെമിറ്റൻസും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റും ഉണ്ട്. അതിനുശേഷം സെപ്റ്റംബർ 8 കൂടി നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്യും. ഇനി ഈ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ റെമിറ്റൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇഷ്ടമാകാത്ത കുട്ടികൾക്ക് ഓപ്ഷൻസിന്റെ റീഅറേഞ്ച്മെന്റ്സ് നടക്കുന്നത് ഏകദേശം സെപ്റ്റംബർ 11 വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റിന്റെ പബ്ലിക്കേഷൻ ആണ്. തേർഡ് അലോട്ട്മെന്റിന്റെ പബ്ലിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ 15 കൂടിയിട്ടാണ്. ഇതിന്റെ ഫീ റെമിറ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 17/9/2026, അതായത് സെപ്റ്റംബർ 17 കൂടിയിട്ട് ഇതിന്റെ ഫീ റെമിറ്റൻസ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പിന്നീടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം പിന്നുള്ളതൊന്നും ഓൺലൈൻ ത്രൂ അല്ല, നമുക്ക് സ്പോട്ട് അലോട്ട്മെന്റും കാര്യങ്ങളായിട്ടും ഓരോ കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അല്ലാണ്ട് LBS ഓൺലൈൻ പോർട്ടൽ ത്രൂ നമുക്ക് വീണ്ടും റീഅറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. ഫീ റെമിറ്റൻസിന് മാത്രമായിട്ട് ടിൽ 17 സെപ്റ്റംബർ വരെ നമുക്ക് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് LBSന്റെ റൂള് പ്രകാരം ക്ലാസ്സസ് ഏകദേശം ഓൺ ഓർ ബിഫോർ സെപ്റ്റംബർ 19 മുന്നേ ആയിട്ട് ക്ലാസ്സസ് കൺഫേം ആയിട്ട് തുടങ്ങിയിരിക്കണം. അതായത് സെപ്റ്റംബർ 19 മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ സെപ്റ്റംബർ 19 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ഏകദേശം കൺഫേം ആയിട്ടും സെപ്റ്റംബർ 19 തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏകദേശമുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഡേറ്റ്സ് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. കാരണം എല്ലാ വർഷവും കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കും. കാരണം ഇതൊരു അത്യാവശ്യം ഒരു 2-3 months നല്ല നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സോ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഒരു ടോക്കൺ കോളേജിൽ കൊണ്ടുവന്നിട്ട് ഫീ റെമിറ്റൻസ് കൊടുക്കാനും ഒക്കെ ഇവർ വിട്ടുപോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തെ ചാൻസ്, കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, അതിനുശേഷം നിങ്ങൾ ഫീ റെമിറ്റൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ചാൻസ് കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഒരു ഓപ്ഷനിലേക്ക് പോകാൻ തന്നെയുള്ള ചാൻസ് അവിടെ കട്ടായി പോകും. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കുള്ള കുട്ടികൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. പിന്നെ വൺസ് നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വർഷത്തേനെക്കാട്ടി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്യാനിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്ക് കുറവുള്ള കുട്ടികൾ ഒരുപാട് നാൾ ഇത് നോക്കി വെയിറ്റ് ചെയ്യാതിരിക്കുക. പിന്നീട് നിങ്ങൾ ഔട്ട്സൈഡ് കേരള നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും നല്ല കോളേജ് കണ്ടുപിടിക്കാൻ. കാരണം സമയം ഒരുപാട് ഡിലേ ആയിപ്പോകും, സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് പോകും. കാരണം ഔട്ട്സൈഡ് കേരളയും ഒക്ടോബർ ഫസ്റ്റ് വീക്കോടെ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്കോടെ ക്ലാസ്സസ് മിക്ക കോളേജസും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്സ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താം. ഓക്കെ,
പിന്നെ മാർക്സ് ഉള്ള കുട്ടികൾ ഉറപ്പായിട്ടും ഈ ഡേറ്റ്സ് കംപ്ലീറ്റ്ലി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഡേറ്റ്സ്, കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ്, എക്സാം നോട്ടിഫിക്കേഷൻസ്, ഇതുപോലെ LBSന്റെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ കുട്ടികൾക്ക് ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡ്മിഷൻസ് എടുക്കാനും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഔട്ട്സൈഡ് കെയിലെ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് തൊട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മാത്രം മതി. ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.